വലിയൊരു ബാർക്കോട് കിട്ടിയിരുന്നത് നമ്മുടെ നെടുവാന്നൊക്കെ പറയോട്ടാ. രമേശണ്ണം വെട്ടിക്കണ്ടിച്ചതിനെ വലിയ വലിയ പീസുകളാക്കിയിട്ടാ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലൊരു മീൻ കറി വെക്കാൻ പോയി. ആദ്യം തന്നെ കുളമ്പ് മസാല ഇട്ട് അതിന്റെ പുറകെ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമ്മുടെ ജീരകപ്പൊടി ഇട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടി, സവാള, തക്കാളി, പച്ചമുളക് പിന്നെ തേങ്ങ അരച്ച് ചേർക്കോട്ടെ. ഒട്ടുമിക്ക മീൻ കറിയിലും ഇവർ തേങ്ങ അരച്ച് ചേർക്കോട്ടെ. ഓരോ സ്ഥലങ്ങളിലും പല രീതിയിലാണ് മീൻ കറി വെക്കണേട്ടാ. ഇവരാദ്യം തന്നെ മസാല എല്ലാം റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് മീൻ ഇട്ടിട്ട് നന്നായിട്ട് പെരട്ടി ഇങ്ങനെ പിടിപ്പിക്കോട്ടെ. ഗിൽനെറ്റ് ബോട്ടിൽ ഇതുപോലത്തെ മീൻ കിട്ടൽ വളരെ കുറവാണ്. കാരണം കൂടുതലും ഈ കല്ലിന്റെ അവിടെയാണ് ഈ മീൻ കണ്ടുവന്നേട്ടാ. അത് മാത്രമല്ല എല്ലാ ദിവസവും ചൂര കഴിച്ചിരിക്കണം. ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു സ്വർഗം പോലെയാണ്. പുളിവെള്ളവും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ മീൻ കറി വെക്കണം പിന്നെ നമ്മൾ വീട്ടിലൊക്കെ നോർമലി വെക്കണ പോലെ വെക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണ്, അതിനെപ്പറ്റി അറിയണം വിദഗ്ധരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ അടുപ്പത്തേക്ക് കയറ്റി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റ് ഇട്ടാ. ഇത് നോക്കി അടുപ്പത്തിരുന്ന് ബ്ലു 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 ബ്ലൂ എന്നും പറഞ്ഞ് തിളക്കണ്. പൊന്നേരി വെച്ചിട്ടുള്ള ചോറും നല്ല ചൂട് നെടുവക്കറിയും കൂട്ടിയിട്ട് ഇന്നൊരു പിടി പിടിക്കട്ടെ നമുക്ക് ഉച്ചക്കലത്തേക്ക് സാപ്പാട്. അപ്പൊ ഇത് രണ്ടുപേർക്ക് കഴിക്കാനുള്ള എനിക്ക് നൻപനും കൂടി. നൻപന്റെ പേര് പറഞ്ഞ് പലപ്പോഴും അവനെ കാണിക്കാറില്ലെന്ന് പലരും പറയുന്നുണ്ട്. ദേ നിൽക്കുന്ന പ്ലേറ്റ് ഒക്കെ ആയിട്ടാ. ഇതാണ് മീനിന്റെ കണ്ണ്. ഇത് മീൻ പൊരിച്ചത്.